പ്രസംഗത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. ദൈവത്തിന്റെ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കൈപ്പടയാൽ എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദർശനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് കുറ്റിക്കുറിച്ചതായ എഴുതി വച്ചിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദപ്രയോഗമാണ് എന്റെ പ്രദർശനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അത് ദൈവശക്തി. ദൈവസഭയെയും പ്രാർത്ഥിക്കുന്നവരെയും അന്നും ഇന്നും എക്കാലവും തകർക്കുവാൻ ശക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന സഭയെ തകർക്കുവാൻ ലോകത്തിൽ ഒരു ശക്തികൾക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്നവരെ കാലാകാലങ്ങളിലായി വിവിധ തരത്തിലുള്ള നിയമങ്ങൾ, ശക്തികൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളൊക്കെ തിരമാലയ്ക്ക് സമതുല്യമായി ആഞ്ഞടിച്ചതായ സാഹചര്യങ്ങൾ പലതും ചിലതുമൊക്കെ കഴിഞ്ഞുപോയതായ നിമിഷങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതാ നിവർന്നു നിൽക്കുമ്പോൾ, ഉയർന്നു നിൽക്കുമ്പോൾ അവിടെയൊന്നും ദൈവത്തിന്റെ സഭ തകർന്നു പോയിട്ടില്ല. തിരുവചനത്തിൽ ഇങ്ങനെയൊരു ഭാഗമുണ്ട്: ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് എന്റെ പ്രഭാഷണത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളായി വിളിച്ചറിയിക്കുവാൻ എന്നിൽ ദൈവാത്മാവ് നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൈവിക ദൂത് ഞാൻ കൈമാറ്റം നടത്തിയ അതിങ്ങനെ പറയാൻ സാധിക്കും: പലതും നിന്റെ ജീവിതത്തിലും കടന്നു വന്നിട്ടും ദൈവദാസനെ, പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലും പലതും ചിലതും കടന്നു വന്നിട്ടും നിന്നെ തകർക്കാൻ പറ്റാതിരുന്നത് ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെയെങ്കിൽ അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആ കർത്താവ് ജീവിക്കുന്നു. എന്റെ പ്രഭാഷണത്തിന്റെ ചിന്തകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ മനുഷ്യൻ അങ്ങനെ എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ അതാ പുറപ്പെട്ട വഴിയാത്രയിൽ വെച്ച് കർത്താവ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. യേശു കർത്താവ് ഡെമസ്കോസിന്റെ പ്രതിബോധത്തിൽ വെച്ച് അവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. കർത്താവ് ഇറങ്ങി നിന്നവന്റെ വഴി തടഞ്ഞു. പ്രതികൂലമായി ദൈവസഭയ്ക്കെതിരായി വന്നതായ പ്രശ്നത്തിന്റെ മുമ്പിൽ സ്വർഗം ഇറങ്ങി വന്നു. ഇന്നും പകലിൽ എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് ദൈവിക പ്രവൃത്തികൾക്കായി നിലകൊള്ളുന്ന ദൈവത്തിന്റെ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ അവൻ പറയാൻ പറയുന്ന ഒരു ദൈവിക തോത് എന്റെ പ്രവാചകത്തിന്റെ അവൻ പ്രാരംഭ ഭാഗങ്ങളിൽ വിളിച്ചു പറയാം. മറ്റൊന്നുമല്ല, നിന്റെ കാര്യത്തിൽ ആരും ഇടപെടുവാനില്ല എങ്കിലും സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും. ആര് നിന്റെ പ്രശ്നങ്ങളിൽ കണ്ടില്ലെന്ന് നടിച്ചാലും, ആര് നിനക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിലും, ആര് നിന്റെ പക്ഷത്തില്ലെന്ന് നീ വിചാരിക്കണ്ട. ലോകം മുഴുവൻ നിനക്കെതിരായാലും സ്വർഗം നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ കരയിപ്പിക്കുക, നിന്നെ തകർത്ത് കളയുക, നിന്നെ തച്ചുടച്ചു കളയുവാൻ വരുന്ന പ്രശ്നങ്ങൾ ഏതുമാകട്ടെ സ്വർഗം അതിനകത്ത് ഇറങ്ങിയ ആ വിഷയത്തിൽ വിടുതല. ആമേൻ പറയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഉടപ്പുറപ്പേ സഹോദര സഹോദരി, ആരും നിന്നെ കണ്ടില്ല എങ്കിലും നിന്റെ പ്രശ്നങ്ങൾ പർവ്വതങ്ങൾക്ക് സമതുല്യമായ, അല്ല തിരമാലയ്ക്ക് സമതുല്യമായ ആഞ്ഞടിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോയാൽ സ്വർഗം നിനക്ക് അനുകൂലമെങ്കിൽ, അതുകൊണ്ട് തിരുവചനം എങ്ങനെ പറയുന്നത്: ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സ്വർഗം നിന്റെ കൂടെയുണ്ടെങ്കിൽ, യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ, ഏതെല്ലാം വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ഉയർന്നു വന്നാലും നിന്നെ ജയിക്കത്തില്ല, നിന്നെ തൊടുവാൻ കഴിയില്ല, നിന്നെ തകർക്കുവാൻ കഴിയില്ല. ഈ ദൂത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ എന്റെ കൃതത്തിൽ പ്രേരണ നൽകുന്ന ദൈവിക ശബ്ദം അത് ആത്മാവിൽ വിളിച്ചു പറയട്ടെ: ഇല്ല, ചിലത് പരാജയപ്പെടും, എന്നാൽ നീ പരാജയപ്പെടുകയില്ല. നിന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ നീ മുട്ടുമടക്കുകയില്ല, എന്നാൽ വിഷയങ്ങൾ മുട്ടുമടക്കാൻ പോകുകയാ. ശൗലെന്ന് പറഞ്ഞ മനുഷ്യൻ ഇതാ പ്രതിബോധിക്കൽ അവൻ പടിയിറങ്ങി ദൈവസഭയെ ഉപദ്രവിക്കുവാൻ എത്തിപ്പിടിക്കത്തക്ക നിലയിൽ ഓടിയെടുത്തപ്പോ സ്വർഗം അവന്റെ വഴി തടഞ്ഞുവെങ്കിൽ ആത്മാവ് ഇങ്ങനെ പറയുന്നു: നിന്നെ കരുതുന്ന ഒരുവൻ നിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും നിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത്. പലതും നിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് നിന്റെ മസിൽ പവർ കൊണ്ടല്ല, നിന്റെ ജോലിയുടെ പവർ കൊണ്ടല്ല, നിന്റെ കഴിവുകൾ കൊണ്ടല്ല. യേശുവിന്റെ കരം നിന്റെ പിന്നിലുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ പിന്നിലുണ്ട്, ദൈവത്തിന്റെ കൃപ നിന്റെ പിന്നിലുണ്ട്, ദൈവശക്തി നിന്റെ മേലുണ്ട്. വിശ്വസിക്കുന്നവർ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്പം നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കാൾ, ദൈവകൃപയെ അനുഭവിക്കുന്നവർക്കാൾ ഒരു മൂന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം: കർത്താവ് ഒരുവന്റെ
കൂടെ ഉണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. കർത്താവ് ഒരു സഭയുടെ കൂടെയുണ്ടെങ്കിൽ, കർത്താവ് ഒരു വ്യക്തിയുടെ കൂടെയുണ്ടെങ്കിൽ, കർത്താവ് ഒരു കുടുംബത്തിന്റെ കൂടെയുണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് തെളിയിക്കത്തക്ക നിലയിൽ സ്വർഗം നമ്മളെ നിർത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അനുഭവിക്കുന്ന ചിലരിനെ കേൾക്കുന്നുണ്ട്, ജീവിതത്തിൽ പ്രാപിക്കുന്ന ചിലരിനെ കേൾക്കുന്നുണ്ട്. സ്വർഗം അങ്ങനെ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. എന്റെ വിഷയത്തിലേക്ക് വരെ എന്താ സംഭവിക്കുന്നത്? ഈ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ട് വരുന്ന വഴിയിൽ തന്നെ സ്വർഗം അവനെ തടഞ്ഞു. സ്വർഗം അവനെ തടഞ്ഞു. എന്തിനാ പറഞ്ഞ്? നടക്കത്തില്ല, പരിപാടി നടക്കത്തില്ല. എന്റെ ജനത്തെ തകർക്കാൻ ഇതുവരെ നീ പുറപ്പെട്ടു, ചെയ്തത് ചെയ്തു, ഇനി നടക്കത്തില്ല, ഇനി നടക്കത്തില്ല. സ്വർഗത്തിന്റെ പദ്ധതി നോക്കിയാട്ടെ, സ്വർഗത്തിന്റെ പരിപാടി നോക്കിയാട്ടെ. ഇന്ന് പകരം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നമ്മുടെ പദ്ധതി നമ്മളൊക്കെ കൈവിട്ടുപോയി, നമ്മൾ ഓർക്കും ഇനി നടക്കത്തില്ല. നമ്മളിതിനെ നോക്കിക്കൊണ്ട് ഭീപ്പെടുമ്പോ കർത്താവ് പറയുന്നു, നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, നീ നിരാശപ്പെടണ്ട. കാരണം വഴിയിൽ ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. നമ്മുടെ സംരക്ഷണത്തിനായി നമ്മളെ സൂക്ഷിക്കുക തമ്പുരാൻ അറിയാമെന്നു. അങ്ങനെ ഈ മനുഷ്യനെ ദൈവം പിടിച്ചു. അവനെ പിടിച്ചു, അവന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെയായി. സ്വർഗത്തിന്റെ പദ്ധതി അവനെ അറിയിച്ചു. കർത്താവിനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ എടുക്കുന്നില്ല. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന്? ഞാൻ ആ ഭാഗം പല ആവർത്തി മറിച്ചും തിരിച്ചും വായിച്ചു, പഠിച്ചു, ഗ്രഹിച്ചു, ധ്യാനിച്ചു. എവിടെയാണ് താൻ കർത്താവിനെ ഉപദ്രവിച്ചത്? കർത്താവിനെ ഉപദ്രവിച്ചു, ദൈവസഭയെ ഉപദ്രവിച്ചു. പൗലോസിനോട് ചോദിച്ചാട്ടെ, ക്രിസ്തുവിനെ എപ്പോഴാ ഈ ശൗലെന്ന് പറഞ്ഞ മനുഷ്യനോട് ചോദിച്ചാട്ടെ, എപ്പോഴാ ക്രിസ്തുവിനെ ഉപദ്രവിച്ചത്? ക്രിസ്തുവിനെയല്ല, സഭയെ ഉപദ്രവിച്ചത്, ദൈവജനത്തെ പ്രാർത്ഥിക്കുന്നവരെയാ ഉപദ്രവിച്ചത്. എന്നാൽ കർത്താവ് പറയുന്നു, അത് എന്നെയാകുന്നു. ഹല്ലേലൂയ. ആ വെളിപ്പാട് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ, അവൻ ദൈവസന്നിധിയിൽ കരയുന്ന ദൈവവേദനെ, ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ദൈവവേദനെ. നിന്റെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ പ്രശ്നങ്ങളാണ്, നിന്റെ വിഷയങ്ങൾ ദൈവത്തിന്റെ വിഷയങ്ങളാണ്. നിന്റെ കണ്ണ് നനഞ്ഞാൽ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മുടെ വിഷയത്തിൽ അത്രയധികം ആത്മാർത്ഥതയോടെ ഇടപെടുന്ന ലോകത്തിൽ ആരുമില്ലെന്ന്. എന്നാൽ ഒരുവനുണ്ട്, അവന്റെ പേരാണ് നസറേയനായ യേശു. ഇന്ന് പകലിൽ ആരെയൊക്കെ നോക്കിക്കൊണ്ട് ഈ ഫേസ്ബുക്കിൽ ലൈവിലൂടെ പറയുന്നു, നിനക്കാരുമില്ല, നിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, എങ്ങനെയായി തീരുമെന്ന് നീ ആശങ്കപ്പെടേണ്ട. നിന്നെ കരുതുന്ന ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു യേശുവുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറായാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ കർത്താവിന്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, ഇവനെ ക്രിസ്തുവിന് വേണ്ടി നിർത്താൻ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി നിർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി അവന്റെ മേൽ വരുവാനിടയായി. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി നിർത്തുവാൻ, ആമേൻ, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഈ മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി നിർത്തണമെന്നുള്ളത്. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി ആ മനുഷ്യന്റെ കർത്താവ് ചെയ്യാനിടയെ. നോക്കിയാട്ടെ, അധികാരപത്രവും മേടിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ അവൻ ആക്രോശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറപ്പെട്ട മനുഷ്യനെ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ പള്ളിയിൽ നിന്നുകൊണ്ട് ഉപദേശിക്കുകയാ, യേശു തന്നെയാ ദൈവം. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം ഒരു പദ്ധതി ഇട്ടാൽ, ദൈവം ഒരു പദ്ധതിക്കായി ആലോചിച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കും, അങ്ങനെ തന്നെ നടക്കും. വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ആത്മീക വിഷയങ്ങളിൽ, നിന്റെ ഭൗതിക വിഷയങ്ങളിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതേ നടക്കത്തുള്ളൂ. നാട്ടുകാരുടെ പദ്ധതിയല്ല നിന്റെ മേൽ നടക്കുന്നത്. കുടുംബത്തിൽ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നവരുടെ ചിലരുടെ പദ്ധതിയല്ല നിന്റെ മേൽ നടക്കുന്നത്. നിന്റെ മേൽ നടക്കുന്നത് നിന്നെ കുറിച്ച്, നിന്റെ പരാജയം കാണുവാൻ കണ്ടു നിൽക്കുന്ന, അത് നോക്കി നിൽക്കുന്നവരുടെ ആഗ്രഹങ്ങളല്ല നിന്റെ മേൽ നിറവേറുന്നത്. മറിച്ച് നിന്റെ മേൽ നിറവേറുന്നത് നിന്നെ വിളിച്ച ഒരു കർത്താവുണ്ട്. നിന്നെ നോക്കി അമ്മേ വാഗ്ദത്തങ്ങൾ പറഞ്ഞ ഒരു കർത്താവുണ്ട്. അവന്റെ പദ്ധതിയാ നിന്റെ മേൽ നടക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നു? അത് വിശ്വസിക്കുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി ഇവൻ ക്രിസ്തുവിനെ പ്രസംഗിക്കണമെന്നുള്ളതാണ്.
അങ്ങനെയെങ്കിൽ അവൻ ഈ ദൂത് ആത്മാർത്ഥതയോടെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തിന്റെ പദ്ധതിയെ നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതിയെ തടയാ ലോകത്തിൽ ഒരു ശക്തികൾക്കും കഴിയില്ല. ദൈവത്തിന്റെ പ്രാണികളെ തടസ്സമിടുവാൻ ലോകത്തിൽ ഒരു ശക്തികൾക്കും കഴിയില്ല. അതങ്ങനെയെങ്കിൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. നോക്കിയാട്ടെ, ഈ മനുഷ്യൻ പിൽക്കാലത്ത് ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കാൻ തുടങ്ങി, ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തുടങ്ങി, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പള്ളികൾ തോറും നടന്നുകൊണ്ട് അവൻ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? യേശു തന്നെ ദൈവം, ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെ കൊന്നുപിടിക്കുവാൻ, ഈ നാമത്തിന് ഇറങ്ങി തിരിച്ചവരെ കൊല്ലുവാൻ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യൻ പള്ളികൾ തോറും പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നത്? ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പിൽക്കാലത്ത് തന്റെ മേൽ ദൈവശക്തി പകർന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്റെ മേൽ വന്നു. ദേശങ്ങൾ തോറും നടന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിലൊക്കെ നടന്നുകൊണ്ട് ദൈവവചനം ശക്തമായി പ്രസംഗിക്കപ്പെടുമ്പോ ഒരു ഭാഗത്ത് ദൈവപ്രവൃത്തി അതിൻ്റെതായ നിലയിൽ ദൈവാത്മാവ് ചെയ്തെടുക്കുമ്പോ മറ്റൊരു ഭാഗത്ത് പ്രതികൂലങ്ങൾ ശക്തമായി പിന്നാമ്പുറത്ത് ആഞ്ഞടിക്കുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് എത്തിപ്പിടിച്ച് തകർത്തുകളയാൻ നിൽക്കുമ്പോ ഇതിന്റെ നടുവിൽ ഒരിന്ത്യ ദേശത്ത് കടന്നുയെന്ന് ദൈവസഭ സ്ഥാപിച്ച ദൈവത്തിന്റെ ഉപദേശവുമായി അവരുടെ നടുവിൽ നിന്നപ്പോ ആ ജനമല്ല ഇവരുടെ ആശ്ചര്യപൂർവ്വം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ഭയം കൂടാതെ നിൽക്കുന്ന അഭിഷക്തന്മാരെ നോക്കി, സുവിശേഷകരെ നോക്കി, ദൈവകൃപ ഇവരുടെ മേൽ എങ്ങനെ ഇവർ പിടിച്ചു നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഇവർ പറയുന്നു, ഞങ്ങളുടെ മേലൊരു ശക്തിയുണ്ട്, ഈ അത്യന്ത ശക്തിയാണ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആശ്ചര്യപൂർവ്വം അവർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത മേഖലയിൽ അവർ നോക്കി നിൽക്കുമ്പോ ഈ ഭക്തന്മാർ പറയുകയാണ്, ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്, ഞങ്ങളുടെ അകത്ത് സ്വർഗം ഒരു ശക്തി പകർന്നിട്ടുണ്ട്. അത് ഈ മൺകൂടാരമില്ല, അത് ഞങ്ങളുടെ സ്വന്തമല്ല, അത് സ്വർഗം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒരു ദൈവവൈദ്യന്റെ സ്വർഗം നിർത്തിയിരിക്കുന്നത് അവന്റെ അകത്ത ശക്തിയാണ്. ഒരു ദൈവവൈദ്യന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അവൻ നിലനിൽക്കാൻ കഴിയുന്നത് തന്നെ ദൈവശക്തിയില്ലാതെ കഴിയില്ല, ദൈവകൃപയില്ലാതെ കഴിയില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടാതെ ഒരു ദൈവവൈദ്യന് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവേ, എനിക്കിത് പോരപ്പാ, എനിക്കിത് പോരാ, ദൈവശക്തിയാ ആഴങ്ങളിലേക്ക് എന്നെ നടത്തണമേ എന്ന് ഇന്ന് പകലിൽ പറയാൻ എത്ര പേര് തയ്യാറാകും? പൗലോസ് വിളിക്കപ്പെട്ട നാളുകളിൽ അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചെന്ന, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അവിടെയുള്ള യഹൂദന്മാരുടെ വായ അവൻ മിണ്ടാതെയാക്കിയെന്ന ഇന്ന് പകലിൽ അവൻ നമുക്ക് കഴിയില്ലെന്നേ കർത്താവേ, എന്നെ കൊണ്ട് കഴിയില്ല, എന്റെ അകത്ത് അങ്ങയുടെ അഭിഷേകത്തിന്റെ ചലനം ഈ ദിവസങ്ങളിൽ പകരണമേ. അവൻ നമ്മെ കൊണ്ട് കഴിയാത്തത് നമ്മെ പ്രാപ്തനാക്കാൻ കഴിയുന്ന ഒരു മേഖലയിൽ സ്വർഗം നമ്മെ നിർത്തണമെങ്കിൽ ഈ ദിവസങ്ങൾ വായി തുറന്ന് പറയാൻ തയ്യാറാകണം. സ്വർഗമേ, എനിക്കൊരു ശക്തി ആവശ്യമാണ്, എനിക്കൊരു ശക്തി ആവശ്യമാണ്. ശ്രദ്ധിക്ക് പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് പറയുകയാണ്, ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് മൺകൂടാരങ്ങളിലാണ്. മൺകൂടാരം എന്ന് പറയുമ്പോ ഏതാ ഒരു കൊച്ചു കമ്പ് കൊണ്ടുപോലും, ഒരു കൊച്ചു കല്ല് കൊണ്ടുപോലും എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൺകൂടാരം തകർന്നു പോകും. എന്നാൽ പെട്ടെന്ന് നശിപ്പിക്കുവാൻ കഴിയുന്ന പാത്രത്തിനകത്ത് ലോകത്തിലെ ശക്തികളെല്ലാം കൂടെ അലറി വിളിച്ച് കൂട്ടം കൂടി ആക്രമിച്ചാലും തകരാ ഒന്ന് അകത്ത് പകർന്നിരിക്കുന്നു. അതിന്റെ പേരാ ദൈവശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്ന ഒരു ദൈവിക ദൂത് ഇങ്ങനെയാണ്, പലതും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നീ നിൽക്കുന്നത് അവൻ ഈ ദൈവശക്തി നിന്റെ അകത്തുള്ളത് കൊണ്ട്. പലതും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് പല പ്രതികൂലങ്ങൾ നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ശ്രമിച്ച സ്ഥാനത്ത് നീ നിൽക്കുന്നത് മാനുഷിക ശക്തി കൊണ്ടല്ല, രാഷ്ട്രീയ ബന്ധം കൊണ്ടല്ല, സാമൂഹിക ബന്ധം കൊണ്ടല്ല, പണത്തിന്റെ കൊണ്ടല്ല, പിന്നെയോ ദൈവശക്തിയാകത്തുള്ളത് കൊണ്ട്. നോക്കിയാട്ടെ, ഈ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങളുടെ അകത്ത് ഒരു ശക്തിയുണ്ട്, ഞങ്ങളുടെ അകത്ത് ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ ഈ ശക്തി പ്രാപിക്കാൻ കഴിയുന്നത്? ഇത് പണം കൊടുത്താൽ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് മേടിക്കാമായിരുന്നു. ഓൺലൈനിൽ കൂടെ കിട്ടുന്നതാണെങ്കിൽ ഒരുപക്ഷെ ഓൺലൈനിൽ പോയി നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യുമായിരുന്നു. ഇത് മറ്റേതെങ്കിലും വ്യാപാര സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ കിട്ടുന്നതാണെങ്കിൽ ഒരുപക്ഷെ കൊറിയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും
ഏതെങ്കിലും കാർഗോ മുഖേന നമുക്കിത് വാങ്ങാമായിരുന്നു. എന്നാൽ ഇത് എങ്ങനെ കിട്ടുന്നതാണ് എന്നതാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ദൈവശക്തി എങ്ങനെ ലഭിക്കും? പണം കൊടുത്താൽ ലഭിക്കാൻ കഴിയുന്നതല്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുപറഞ്ഞ ശേഷം അപ്പോസ്തലന്മാരായ സഹോദരന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. ആമേൻ. ഇവിടെ പറയുന്ന പദപ്രയോഗം ഇത് പണം കൊടുത്ത് ലഭിക്കാൻ കഴിയുന്നതല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. ഇത് ലഭിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ആധികാരികമായ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിനകത്ത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് മാനസാന്തരം നടന്നുകൊണ്ടിരിക്കണം. പാപത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഹൃദയത്തിനകത്ത് താളിക്കത്തുന്ന തീക്കനല് പോലെ വിശുദ്ധിയോടെ മാറി നിൽക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഹൃദയം, ഒരുക്കപ്പെട്ട അനുഭവം, അങ്ങനെ നിങ്ങളായി നിങ്ങൾക്ക് ഇത് ലഭിക്കുമെന്ന് പത്രോസ് അവരെ പറയുകയാണ്. അപ്പൊ ദൈവശക്തി പ്രാപിക്കണമെങ്കിൽ ചെയ്യേണ്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരുവൻ ദൈവം കൊടുക്കുന്ന ശക്തിയാണ്, അല്ലെങ്കിൽ ദാനമാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ദാനം പ്രാപിക്കണമെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എപ്പോഴാ നോക്കിയാണ് ഈ പറഞ്ഞ മനുഷ്യന് സ്വർഗം പകർന്നത് എപ്പോഴാണെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ മുമ്പിൽ താണിരുന്ന പഴയ കാല ജീവിതത്തിനെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സൃഷ്ടിയായി ബോധകനായി അവൻ പുതിയ അനുഭവത്തോടുകൂടെ ദൈവത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് താണിരുന്ന് കഴിഞ്ഞപ്പോ സ്വർഗം അവന് പകർന്നതായ ആമേൻ ദാനമാണ് ദൈവശക്തി എന്ന് പറയുന്നത്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം അവിടെ പകരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ ശക്തി അകത്ത് പ്രാപിച്ചവർ പ്രതികൂലങ്ങളുടെ നടുവിൽ പെട്ടുപോയില്ല. പ്രതിസന്ധിയുടെ നടുവിൽ അവർ തകർന്നു പോകുവാൻ ഒരിക്കലും ഇടയാകില്ല. ഇതെങ്ങനെ ലഭിക്കണമെന്ന് ഇവിടെ പത്രോസ് വളരെ വ്യക്തമായി പറയുക. മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് തത്തുല്യമായ ജീവിതം നയിക്കുന്ന ഒരുവന്റെ മേൽ മാത്രമേ ഈ ദൈവശക്തി നിലനിൽക്കുകയുള്ളൂ. സ്വന്തം പറഞ്ഞോട്ടെ. ഇത് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ഈ ദൈവശക്തി അകത്ത് പകരുവാനും അകത്ത് പ്രാപിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ പത്രോസ് ഒരു മനുഷ്യൻ പത്രോസിന്റെ അടുക്കൽ വന്ന് പണം കൊടുത്തിട്ട് ഇത് കുറച്ച് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലേ? ഈ മനുഷ്യൻ പണം കൊടുത്തിട്ട് ഇത് വാങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 20-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കുന്നത് കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നറിയോ? പണം കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു ഈ ശക്തി വേണമെന്ന്. പണം കൊടുത്ത് കിട്ടുന്നതല്ല. ഹല്ലേലൂയ. പണം കൊടുത്താൽ കിട്ടുന്നതാണെങ്കിൽ മേടിക്കാമായിരുന്നു. ഇത് പണം കൊടുത്ത് ലഭിക്കുന്നതല്ല. ഈ ശക്തിയുള്ള ലോകത്തിൽ 2 ശക്തിയുണ്ട്. ഒന്ന് ദൈവിക ശക്തിയും ഒന്ന് പൈശാചിക ശക്തിയും. എന്നാൽ ദൈവിക ശക്തി പ്രാപിക്കണമെങ്കിൽ അവൻ ദൈവസന്നിധി വില കൊടുത്തേ മതിയാകുകയുള്ളൂ. പൈശാചിക ശക്തിയിൽ ജീവിക്കണമെങ്കിൽ, ഈ ശക്തി പ്രാപിക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ലോകം എങ്ങനെ പോകുന്നു അങ്ങനെ പോയാൽ മതി. എന്നാൽ ദൈവശക്തി എന്റെ അകത്ത് വേണം. എനിക്ക് ദൈവശക്തിയാൽ നിറവ് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാമോ? സ്വർഗമേ, കഴിഞ്ഞ നാടുകളിൽ എന്റെ മേൽ പകർന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ സ്വർഗം നിന്റെ മേൽ പകർന്ന ആ കർത്താവിന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്ന ആ സന്ദർഭം ഒന്ന് നനച്ചു നോക്കിയാട്ടെ. എത്ര പേര് വട്ടം കൂടി പിടിച്ചിട്ട് നിന്നെ ഒന്ന് നിർത്താൻ കഴിഞ്ഞത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആ നാളുകളിൽ ആരാധിച്ച അനുഭവങ്ങളൊന്ന് നിലച്ചു നോക്കിയാട്ടെ. ആ നാളുകളിൽ ദൈവശക്തി അകത്തേക്ക് കയറിയപ്പോ ഒന്ന് നിലച്ചു നോക്കിയാട്ടെ. അത് എത്ര വർഷം മുമ്പാണെങ്കിലും, അല്ല മാസങ്ങൾക്ക് മുമ്പാകട്ടെ, വർഷങ്ങൾക്ക് മുമ്പാകട്ടെ, എന്നെ കേൾക്കുന്ന ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒന്ന് വിട്ടാട്ടെ. നിങ്ങളെ ആദ്യമായി നിങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങി വന്ന സന്ദർഭം ഒന്ന് നിലച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. ആ ദൈവശക്തി താങ്ങാൻ കഴിയാതെ അന്യഭാഷകൾ പറഞ്ഞുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച ആ സന്ദർഭങ്ങളിൽ ലഭിക്കപ്പെട്ടതായ ആ ദൈവശക്തി ഇന്നുമുണ്ടോ എന്ന് ശോധന ചെയ്യാൻ തയ്യാറാകട്ടെ. ഇന്നുമുണ്ടോ എന്ന് ശോധന ചെയ്താട്ടെ. ആ കഴിഞ്ഞ നാളുകളിലെ ദൈവകൃപ, ആ കഴിഞ്ഞ നാളുകളിലെ ദൈവശക്തി ഇന്നും നമ്മുടെ അകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആഹ്വാനം തിരസ്കരിക്കാതെ ശിരസ്സാൽ വഹിച്ചുകൊണ്ട്, കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ആത്മാവിന്റെ നിറവോടെ മണിക്കൂർ സമയങ്ങൾ അന്യഭാഷ പറഞ്ഞ് ദൈവത്തോട് സംസാരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ബസ്സിൽ പോകുമ്പോ, യാത്ര സമയത്ത്, ജോലി സമയത്ത് ഒക്കെ ഇരുന്നു കൊണ്ട് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിച്ചിരുന്ന പലർക്കും ഇന്ന് പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടതുപോലെ കഴിയാത്ത അനുഭവത്തിൽ പിന്മാറി നിൽക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് മാടി വിളിക്കുക, കുഞ്ഞെ, നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവശക്തി അത് എവിടെയെങ്കിലും ഒതുക്കി വെക്കാനുള്ളതല്ല, അത് മറച്ചു വെക്കാനുള്ളതല്ല. പലപ്പോഴും ഈ ദൈവശക്തി അതിന്റെ തീവ്രതയോടെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാത്തത് കൊണ്ട് പല ദൈവിക പ്രവൃത്തിയും നിന്റെ ജീവിതത്തിൽ ഉടച്ചു കളയുവാൻ നോക്കുന്ന മേഖലയെ കണ്ടുകൊണ്ട് നീ ഒരിക്കലും തകർന്നിരിക്കുവാനല്ല, അതിനെ ജയിക്കുവാനത്രേ സ്വർഗം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ താഴേക്ക് വായിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമുള്ള നമ്മൾ വായിച്ചത്. 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഇടുങ്ങിയിരിക്കുന്നില്ല. നോക്കിയാട്ടെ, ഇവിടെ പൗലോസ് പറയുക, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നുണ്ട്, പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ട്, പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. എത്ര ഭയങ്കര ക്വാളിറ്റിയാണല്ലേ, എത്ര ഭയങ്കര ഓഫറാണല്ലേ ഈ ദൈവശക്തി ഉള്ളവന്റെ ക്വാളിറ്റിയാ. ഒന്നാമത്തെ ക്വാളിറ്റി, പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ ഇടുങ്ങിയിരിക്കുന്നില്ല. അവനെ എത്ര ഒതുക്കാൻ ശ്രമിക്കാലും അവൻ ഒതുങ്ങുന്നില്ല. കാരണം എന്താ? പൗലോസ് പറയും, ഈ ശക്തി ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ട്. ഒരാമേ പറയാമോ? ഈ ശക്തി ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, ഇടുങ്ങിയിരിക്കുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ വായിച്ച വാക്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവത്തിലും എന്ത് ചെയ്യുന്നില്ല, ഇടുങ്ങിയിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം വായിച്ച് ഒത്തിരി നേരം ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം എന്താ? പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല പറഞ്ഞത്, പ്രതികൂലങ്ങൾ വഴിമാറി പോകുമെന്നല്ല പറഞ്ഞത്. പ്രതികൂലങ്ങളൊക്കെ വരുന്നുവെങ്കിലും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും എന്ത് സംഭവിക്കത്തില്ല, കഷ്ടങ്ങൾ വന്നാലും ഇടുങ്ങിയിരിക്കത്തില്ല, ഞങ്ങൾ തകർന്നു പോകത്തില്ല, ഞങ്ങൾ വീണു പോകത്തില്ല. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാക്കുന്നത്ര പ്രിയപ്പെട്ടവരുണ്ട്, തിരിച്ചറിയുന്നത്ര പ്രിയപ്പെട്ടവരുണ്ട്. അപ്പൊ ഈ ദൈവശക്തിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഭക്തൻ പറയുന്നു, കഷ്ടം സഹിക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്തത് 2, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഒരു സ്വതന്ത്രം പറയാമോ? ആമേൻ. ബുദ്ധിമുട്ട് ഇല്ലെന്നല്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിലും നിരാശപ്പെടുന്നില്ല. അല്ലേ? പോക്കറ്റ് കാലിയാകുമ്പോഴും, ആമേൻ, ബാങ്കിലെ നിക്ഷേപങ്ങളൊക്കെ കുറയുമ്പോഴും, ഒരുപക്ഷെ വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ പോകുമ്പോ, ബാങ്കിലെ കടങ്ങൾക്ക് കുടിശ്ശികകൾ നേരിടുമ്പോ, സാമ്പത്തിക പ്രതിബദ്ധതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, മാനസികമായി ശാരീരികമായി പലതും ചിലതും ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് പരാജയത്തിന്റെ കൊടിയൊന്ന് ഉയർത്തിക്കെട്ടുവാൻ ആശിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന നിമിഷങ്ങൾ പലതും ജീവിതത്തിൽ കിടന്നു വരുമ്പോ, ആമേൻ, ആമേൻ, പലർക്കും അതിശയകരമായി നമ്മെ കാണുമ്പോ പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നമ്മൾ നിൽക്കുന്നത്, ഈ ഭക്തൻ പറയുന്നു, നിരാശപ്പെടാത്തത് കൊണ്ടാ.
കഷ്ടം. ആമേൻ, ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഈ വാക്യത്തെ ഓർത്തുകൊണ്ടൊന്ന് സ്വോത്രം ചെയ്യാമോ? നിരാശപ്പെടുന്നില്ല യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്താ കാര്യം? അകത്തെ ശക്തിയുള്ളവൻ ഇടുങ്ങിയിരിക്കത്തില്ല. അകത്ത് ശക്തിയുള്ളവൻ നിരാശപ്പെടത്തില്ല. അകത്ത് ശക്തിയുള്ളവൻ തകർന്നു പോകത്തില്ല. അകത്ത് ദൈവശക്തിയുള്ളവൻ ഒരിക്കലും ഒടിഞ്ഞു പോകത്തില്ല. അതിന് സ്വർഗം അനുവദിക്കത്തില്ല. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ ക്വാളിറ്റി നോക്കിയാണ്, ഉപദ്രവം അനുഭവിക്കപ്പെടുന്നുവെങ്കിലും എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവങ്ങളില്ലെന്നല്ല, പ്രതികൂലങ്ങളില്ലെന്നല്ല, പക്ഷെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആരാ? നാട്ടുകാർ ഉപേക്ഷിച്ചേക്കാം, കൂട്ടുകാർ ഉപേക്ഷിച്ചേക്കാം, കൂട്ടക്കാർ ഉപേക്ഷിച്ചേക്കാം, കൂടപ്പിറപ്പുകൾ ഉപേക്ഷിച്ചേക്കാം, പലരും ഉപേക്ഷിച്ചേക്കാം. പക്ഷെ ഉപേക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ കരം പിന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുക, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നാലാമത്തെ ക്വാളിറ്റി അവർ പറഞ്ഞു കഴിഞ്ഞു. എന്താ? ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ആമേൻ. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പോ ആമേൻ, കൈവിടപ്പെട്ടു പോകത്തക്ക, വീണ് കിടക്കുവാൻ, തകർന്നു പോകുവാൻ സാഹചര്യങ്ങൾ പലതും ജീവിതത്തിൽ കോടിയെടുത്തു വന്ന് അത് കാണുവാൻ ആശിക്കുന്ന സ്ഥലത്തും ഭക്തന്മാർ പറയുക, ഞങ്ങൾ നശിച്ചു പോകത്തില്ല, ഞങ്ങൾ തകർന്നു പോകത്തില്ല, നിരാശപ്പെടത്തില്ല. എന്താ? ഒറ്റ കാരണം എന്താ? ദൈവശക്തി അകത്തുണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രിയമുള്ളവരെ, ദൈവവചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ, ദൈവവചനത്തിന് മാറ്റമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ഈ ക്വാളിറ്റി, ഈ പറഞ്ഞ ക്വാളിറ്റികൾ, ഈ 5 തരത്തിലുള്ള ക്വാളിറ്റികൾ എന്റെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു ഈ 5 വിധ ക്വാളിറ്റി ഉള്ള മനുഷ്യന്റെ ലോകത്തിൽ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇത്രയധികം ൂടെ പോകുമ്പോ വീഴാതെ നിൽക്കുന്നവൻ, നിരാശപ്പെടാതെ നിൽക്കുന്നവൻ, ഉപേക്ഷിക്കപ്പെടാതെ നിൽക്കുന്നവൻ, ഇടുങ്ങി നിൽക്കാതെ നിൽക്കുന്നവൻ, അവനല്ലേ ഭാഗ്യവാൻ. അപ്പോ ആ ഭാഗ്യപദവിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവശക്തിയകത്ത് വേണം. ഹല്ലേലൂയ. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങണം, എന്റെ അകത്ത് ആഴമേറിയ ഒരു ദൈവിക ഇടപെടൽ ഇന്ന് മുതൽക്കാലം സംഭവിക്കണമേ. ദൈവശക്തിയുടെ ആഴങ്ങൾ കഴിഞ്ഞ നാളുകളെ പോലെയല്ല, അതിശക്തമായ ഒരു ദൈവിക ഇടപെടലുകൾ, ദൈവശക്തിയുടെ നിറവ് എന്റെ ജീവിതത്തിൽ സ്വർഗമേ പകരണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ എത്ര പേര് തയ്യാറാകും? സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നെ ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മൈസൂരിൽ നിന്ന്, ഊട്ടിയിൽ നിന്ന്, ഷാജി പാസ്റ്റർ എന്നോടൊപ്പം ചേർന്നിട്ടുള്ള ദൈവദാസനെ പ്രൈസ്തലോ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേൻ, ദൈവദാസനെ നിങ്ങളുടെ പദ്ധതിക്ക് ഒത്തവണ്ണമായി, നിങ്ങളുടെ ചില ആലോചനയ്ക്ക് ഒത്തവണ്ണമായി നിങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ഊട്ടിയിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുവാൻ, നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും ജീവിതത്തിൽ സ്വപ്നം കണ്ടതല്ല ഈ അന്യദേശത്ത് ദൈവവചനവുമായി നിൽക്കുമെന്ന്. അറിയാത്ത ജനത്തിന്റെ നടുവില്, അറിയാത്ത ഭാഷയുടെ നടുവില് സ്വർഗത്തിലെ ദൈവം നിർത്തിയത് ജീവിതത്തിൽ സ്വപ്നം കാണാത്ത മേഖലയില, ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത മേഖലയില അഭിഷക്തനെ നിങ്ങളെ നിർത്തുന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ താങ്കളെ നോക്കി പ്രവചിക്കാൻ പറയുന്ന ദൈവശബ്ദത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് ഇങ്ങനെ കൈമാറ്റം നടത്തുന്ന ഒരു ദൂത് പറയാം. ആട് മാറിയവനെ പോലെ സ്വർഗം ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ ചെയ്യാത്ത ചില നേതൃത്വം കൊടുക്കുക, കരം വെക്കുക, സ്വർഗം ഒരു അധികാരത്തിന്റെ ശ്രേഷ്ഠതയുടെ പദവി സ്വർഗം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഷാജിപാസ ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ഓ ജീസസ്, ദൈവദാസന്മാര് ചിലര് പിന്നിൽ അണിനിരക്കും. ആമേൻ. ദൈവദാസന്മാര് ചിലത് പിന്നിൽ അണിനിരക്കും. മുൻനിരയുടെ മറ്റൊരു തലത്തിലേക്ക് സ്വർഗം കൊണ്ടുവരും. ഹല്ലേലൂയ. വെളിപ്പാടുകൾക്ക് ചില മാറ്റങ്ങൾ. ഓ ജീസസ്. ഹല്ലേലൂയ. പൊട്ടിപ്പോയ ചില കമ്പികൾ പോലെ, പൊട്ടിപ്പോയ ചില ചരടുകൾ. ആമേൻ.
ഒന്നിപ്പിക്കുന്ന നിലയിൽ, ബന്ധിപ്പിക്കുന്ന നിലയിൽ സ്വർഗമൊരുക്കുന്ന ചില ദൈവിക പദ്ധതികൾ ഒരുക്കിക്കൊള്ളുക. മറ്റൊരു തലത്തിലേക്ക് കർത്താവ് കാലങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. ശക്തമായ ദൈവിക ഇടപെടലുകൾ ദൈവാത്മാവ് കൃത്യമായി പറയുന്നു. സ്തോത്രം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഒത്തിരി ഫൈറ്റ് ചെയ്ത്, ഒത്തിരി നിരാശപ്പെടുത്തുവാൻ, ഒത്തിരി ഭാരപ്പെടുത്തുവാൻ, പലതും ജീവിതത്തിന്റെ മേഖലയിൽ അടുത്ത് വന്ന സാഹചര്യങ്ങളിലൊക്കെ സ്വർഗമിറങ്ങി വന്ന് നിർത്തിയ സ്വർഗമിറങ്ങി വന്ന് കരുതിയ കഴിഞ്ഞ നാളുകളിൽ ചില ദൈവപ്രവൃത്തി അക്ഷരികമായി കണ്ണുകൾ കൊണ്ട് കണ്ടതായ അനുഭവങ്ങൾ, എന്ത് ചെയ്യുമെന്ന് ചില ചോദ്യചിഹ്നങ്ങൾ ജീവിതത്തിന്റെ മുന്നിൽ ഉണർന്നു നിന്ന് മറുപടി പറയുവാൻ ഇല്ലാതിരുന്ന ചില സമയങ്ങളിൽ സ്വർഗം ഇറങ്ങി വന്ന് അറിയപ്പെടാത്ത ചിലരിലൂടെ ഇടപെട്ടതായ ചില ദൈവപ്രവർത്തികൾ ജീവിതത്തിന്റെ അന്ത്യത്തോളം മറക്കുവാൻ കഴിയാത്ത മേഖലയിൽ സ്വർഗം ഒരുക്കിയ കരുതൽ തിരിച്ചറിയുന്നൊരു ഭക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഘട്ടങ്ങൾ ചിലതുപോലെ ജീവിതത്തിൽ മാറി മറഞ്ഞു. എന്നാൽ സ്വർഗത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, പറഞ്ഞൊന്ന് നാൾ കഴിയുമ്പോൾ ഒരു ടേക്ക് ഓഫ് പറന്നുയരുന്ന നിലയിൽ, സകലത്തിന്റെയും മുകളിലൂടെ കയറിപ്പോകുന്ന ഒരു നിലയിൽ ഒരു ടേക്ക് ഓഫിനായി റെഡിയായിക്കൊള്ളുക. സ്വർഗം അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഗ്ലോറി. സ്വർഗത്തിലെ ദൈവം മാനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വിദേശത്ത് നിന്നും എന്നെ കേൾക്കുന്ന സിസ്റ്റർ ഫേബ, അവൻ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ ദൈവദാസിയെ. അവൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒക്കെ ആയിരിക്കാൻ കർത്താവ് ുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എന്റെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവശക്തി. എന്താണ് ദൈവശക്തി? ദിവസങ്ങളിൽ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പറയുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമായി നമുക്ക് ചോദിക്കാൻ ഒരു വിഷയം കൂടെ ഉണ്ടാകട്ടെ. കർത്താവേ, എനിക്ക് ദൈവശക്തി ആവശ്യമാണ്. ഷാജി രാജൻ എന്ന് പറയുന്ന ദേവദാസി ഈ ലൈവിൽ ചേരുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമാകുന്ന ദൈവിക നന്മകൾ നിങ്ങളുടെ കുടുംബത്തിൽ സ്വർഗത്തിലെ ദൈവം പകരട്ടെ. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, നാളുകളായി ദൈവത്തോട് ചോദിക്കുന്ന ചില വിഷയങ്ങൾ, ഷാജി രാജൻ ശ്രദ്ധിക്കുക, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുകയാണ്. നാളുകളായി ചോദിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ കരങ്ങളിൽ സ്വർഗം തരാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിനീത സിസ്റ്ററെ ഒരുമിച്ച് ലൈവിൽ കാണുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവദാസിയെ, കർത്താവ് നിങ്ങളുടെ മേലൊരു പ്രവചനം, ദൈവത്തിന്റെ ചില പദ്ധതികൾ, ദൈവത്തിന്റെ ചില പ്ലാനുകൾ നാടുകൾക്ക് മുമ്പേ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ശക്തമായി പ്രാർത്ഥിക്കുക. പലപ്പോഴും കുടുംബത്തിന്റെ അകത്തിടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഭയങ്കര പോരാട്ടങ്ങളാണ്. അവൻ മുമ്പോട്ട് വിടാത്ത മേഖലയിൽ ഉയർന്നു വരുന്ന ചില പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് നിൽപ്പുണ്ട്. എന്നാൽ അതിനെയൊക്കെ മറികടക്കുവാൻ ഈ ദിവസങ്ങൾ എഴുന്നേറ്റുകൊള്ളുക. വേട്ടക്കാരൻ അമ്പയുവാൻ അവൻ ലക്ഷ്യമിട്ട് നിൽക്കുന്നത് പോലെ ലക്ഷ്യമിട്ട ചില പദ്ധതികൾ ജീവിതത്തിൽ എത്തിപ്പിടിച്ചു എന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവമാണ് കരുതിയത്. ഹല്ലേലൂയ. കർത്താവ് നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുമാറാകട്ടെ. സൃഷ്ടി കുടുംബമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് ഒത്തിരി പ്രവൃത്തി നിങ്ങളുടെ മേലുണ്ട്, ഒത്തിരി ദൈവിക പദ്ധതി നിങ്ങളുടെ മേലുണ്ട്, ദൈവത്തിന്റെ ഒത്തിരി പ്ലാനുകൾ നിങ്ങളുടെ മേലുണ്ട്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം മറന്നു പോകരുത്. എന്താ? ദൈവശക്തി. കർത്താവേ, എനിക്കിത് പോരാ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം എനിക്കിത് പോരാ, എനിക്ക് ഈ ദൈവകൃപ പോരാ, എനിക്കിനി അധികം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ.
നിങ്ങൾക്ക് പറയാൻ കഴിയും, കർത്താവ് ഇത് പോരപ്പാ, പോരപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്കിത് പോരാ, അധികമായി എന്റെ മേൽ പകരണം. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ. നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയിലിനിയും മരണം വരെയും, പിരിയിലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ. നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഹല്ലേലൂയ. നമുക്ക് ഏവർക്കും പറയാനിടയാകേണ്ട, കർത്താവേ ഇത് പോരാ അപ്പ, ഈ ദൈവശക്തി പോരാ, ഈ ദൈവകൃപ പോരാ, അധികമായി എന്നെ പകരണമേ. എന്റെ സഭയിലെ പ്രിയപ്പെട്ടവരും എന്നെ കേൾക്കുന്നുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുതൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവേ ദൈവശക്തി, ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ, എന്റെ ജോലി സ്ഥലത്ത്, എന്റെ കുടുംബത്തിന് മേൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ ഭൗതിക, എന്റെ ശാരീരിക, മാനസിക എല്ലാ മേഖലയിലും വരും കർത്തൃത്വം ലോകത്തിനല്ല, അപവാദത്തിനല്ല, പ്രതികൂലത്തിനല്ല, അവൻ രോഗത്തിനുമല്ല, പ്രശ്നങ്ങൾക്കുമല്ല, ദൈവശക്തിക. എന്റെ മേൽ അധികാരം ദൈവശക്തിയാ. ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. മേൽക്കുമേൽ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് വിടവാങ്ങാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് അല്പനിമിഷം എന്റെ കുഞ്ഞുങ്ങളുമായി ഒരു കർത്താവെ ദൈവിക സന്ദേശത്തിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയുടെ ആഴങ്ങളിലെല്ലാം ഉപയോഗിക്കപ്പെടട്ടെ, മാനിക്കപ്പെടട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യണമേ, നന്മകൾ നിറയ്ക്കണമേ, കർത്താവിന്റെ വരവിനായി ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഒരു അധികം താമസമില്ല. നമുക്കായി അതിനായി ഒരുങ്ങാം. അതിനായി വിളിക്കപ്പെട്ടവരല്ലേ, അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ. ഈ സന്ദേശം നിങ്ങളുടെ സകല മേഖലയിലും ഒരു അത്ഭുതമായി തീരട്ടെ. ഇന്നും പകലിൽ വെറുതെ പറയുന്ന വാക്കുകളല്ല, ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവശക്തി വില കൊടുക്കുക. കർത്താവേ, ഈ ശക്തി എന്നെ നയിച്ചാട്ടെ, ഈ ശക്തി എന്നെ മാനിച്ചാട്ടെ, ഈ ശക്തിയാൽ ഞാൻ നിറയപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പറഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ചു പിറ്റേയും സസന്തോഷവും വിശ്വാസത്തോടെ പ്രത്യാശയോടെ മുന്നേറുവാൻ ഈ തിരുവചസ്സുകൾ നിങ്ങൾക്ക് ആശ്വാസവും വിശ്വാസവും ആകുമാറകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. God bless you all. Amen.